ഹായ്, പൈത്തണിൽ സെറ്റാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. സെറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ഐറ്റംസ് ഒരു സിംഗിൾ വേരിയബിളിൽ സേവ് ചെയ്യാനാണ്, സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പൈത്തണിൽ ഫോർ ബിൽറ്റ് ഇൻ ഫോർ ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ് ഉണ്ട് ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നേരത്തെ ഡിസ്കസ് ചെയ്ത ലിസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. അനദർ എക്സാമ്പിൾ ഈസ് ടുപ്പിൾ ആൻഡ് ഡിക്ഷണറി, ദെൻ സെറ്റ്. ഈ ഫോർ ഡാറ്റ ടൈപ്സിലും നമുക്ക് മൾട്ടിപ്പിൾ ഐറ്റംസ് ഇൻ എ സിംഗിൾ വേരിയബിൾ സേവ് ചെയ്യാൻ പറ്റും. നൗ ടുപ്പിൾ ആൻഡ് ഡിക്ഷണറി സെപ്പറേറ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. നൗ വാട്ട് ഈസ് സെറ്റ്? എ സെറ്റ് ഈസ് എ കളക്ഷൻ വിച്ച് ഈസ് ബോത്ത് അൺഓർഡേർഡ് ആൻഡ് അൺഇൻഡെക്സ്ഡ്. നിങ്ങൾക്ക് സെറ്റ് ഓർഡേർഡ് അല്ല, ഇൻഡെക്സ്ഡ് അല്ല. ആൾസോ സെറ്റിൽ നമുക്ക് പിന്നെ ചേഞ്ച് ചെയ്യാനും പറ്റില്ല. ഓക്കെ, ഇനി നമുക്ക് സെറ്റ് രണ്ട് രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒന്ന് സെറ്റ്സ് റൈറ്റ് ചെയ്യാൻ പറ്റും, ഒന്ന് നമുക്ക് വിത്ത് കേളി ബ്രാക്കറ്റ് സെറ്റിനെ ഡിഫൈൻ ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ ആണ്, ഞാൻ S1 എന്നൊരു സെറ്റ് ഡിഫൈൻ ചെയ്തു. S1 ഈസ് ഈക്വൽ ടു വിത്തിൻ കേളി ബ്രാക്കറ്റ് ഐ ആം ഗിവിങ് 1 1 2 3 4. നൗ അനദർ ടൈപ്പിൽ നമുക്ക് ഇതിനകത്ത് നെയിം ചെയ്യാൻ പറ്റും, വേറെ രീതിയിൽ ചെയ്യാൻ പറ്റും. S2 ഈസ് ഈക്വൽ ടു സെറ്റ് എന്ന് കൊടുത്തു. ഇനി രണ്ട് നമ്മുടെ പാരന്തസിസ് ഇട്ടു. ഇനി ഞാനിവിടെ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക. ഇനി ഞാനിവിടെ 3 4 5 6 7 5 6 7. ഇനി ഞാൻ ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ഇങ്ങനെ എനിക്ക് സെറ്റിനെ ഡിഫൈൻ ചെയ്യാം. നോ ഐ ആം ആസ്കിങ് ദി സിസ്റ്റം വാട്ട് ഈസ് ടൈപ്പ് ഓഫ് S1. S1ൻ്റെ ടൈപ്പ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് സെറ്റാണെന്ന് പറയും. അതുപോലെ S2 ടൈപ്പ് ഏതാണെന്ന് നോക്കിയാൽ അതും സെറ്റാണ്. സോ സെറ്റിനെ നമുക്ക് രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, നൗ നെക്സ്റ്റ്, സെറ്റ് അൺഓർഡേർഡ് ആണ്, ദെൻ അത് അൺചേഞ്ചബിൾ ആണ്. വൺസ് ഒരു സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് അതിൽ ഐറ്റംസിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. യു ക്യാൻ ആഡ് എ ന്യൂ ഐറ്റം. ഒരു ന്യൂ ഐറ്റത്തിന് അതിലേക്ക് ആഡ് ചെയ്യാം. എക്സാമ്പിൾ, അപ്പോൾ നിങ്ങൾക്ക് S1 ഡോട്ട് ആഡ്, ഞാനിവിടെ 9 എന്നുള്ള ലെറ്റർ കൂടെ S1ലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ S1 പ്രിന്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ അതിൽ 9 കൂടെ ആഡ് ചെയ്തിട്ട് വരും. ദെൻ സെറ്റിനകത്ത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ്സ് അലൗഡ് അല്ല. ഒരു എലമെന്റ് ഒരു സെറ്റിന് ഒരു ഐറ്റം ഒരു തവണയേ വരുള്ളൂ. അപ്പോൾ ഞാനിവിടെ S1 ഡോട്ട് ആഡ് 1, അപ്പോൾ 1 കൂടെ ഞാൻ S1ലേക്ക് ആഡ് ചെയ്യണം. സോ ഓൾറെഡി S1 ഒരു 1 ഉണ്ട്, അനദർ 1 കൂടെ ഞാനിവിടെ ആഡ് ചെയ്യാൻ പറഞ്ഞു. ഇനി ഞാൻ S1 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 1 തന്നെ ഉണ്ടാവുള്ളൂ, രണ്ട് 1 ഉണ്ടാവില്ല. സോ ഡ്യൂപ്ലിക്കേറ്റ്സ് നമുക്ക് അലൗഡ് അല്ല. ഇനി ഒരു സെറ്റിന്റെ ലെങ്ത് നമുക്ക് കിട്ടണമെങ്കിൽ ലെങ്ത് ഓഫ് എ സെറ്റ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യാം. സോ ലെങ്ത് ഓഫ് S1 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ S1ന്റെ ലെങ്ത് വരും. സോ S10 അല്ല, ലെങ്ത് ഓഫ് S1, ലെങ്ത് ഓഫ് S1 സോ 5 ആണ്. സോ ഇവിടെ ലെങ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 1 2 3 4 5 ആണ് ലെങ്ത്. സോ ലെങ്ത് നമ്മൾ പ്രിന്റ് ചെയ്യിച്ചു. ഇനി നമുക്ക് ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ സെറ്റിനകത്ത് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യാം. ഞാൻ ഈ ഡിഫൈൻ ചെയ്തതിൽ മുഴുവൻ ഞാൻ ഇൻറ്റീജേഴ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ S3 ഈസ് ഈക്വൽ ടു സെറ്റ്, ദെൻ അവിടെ നമുക്കൊരു 1 ദെൻ 2.3 ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ കൊടുത്തു. ഇനി നിങ്ങൾക്കൊരു 3 പ്ലസ് 4j എന്നുള്ളൊരു കോംപ്ലക്സ് നമ്പർ കൊടുക്കാം. ഒരു കോംപ്ലക്സ് നമ്പർ കൊടുത്തു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റിനകത്ത് ഒരു ക്യാരക്ടർ കൊടുക്കാം. സോ ഞാനിവിടെ ക്യാരക്ടർ കൊടുക്കുന്നത് പ്രോഗ്രാമിംഗ് എന്നാണ്. പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഞാൻ കൊടുത്തു. ദെൻ ഞാനിത് ക്ലോസ് ചെയ്യാൻ പോവാം. ഓക്കെ, സോ ഇനി S3 ഇപ്പോൾ എന്തൊക്കെ വന്നു? സോ S3 നമ്മൾ പ്രിന്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ S3 പ്രിന്റ് ചെയ്യിക്കും. സോ ഈ സെറ്റ് പ്രിന്റ് ചെയ്യിച്ചപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇവിടെ സെറ്റ് എന്ന് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത അതേ ഫോർമാറ്റിലാണ് ഇവിടെ, അതായത് നമ്മൾ രണ്ടാമത് ഡിഫൈൻ ചെയ്ത ഈ ഫോർമാറ്റിലാണ് പ്രിന്റ് ചെയ്തത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഓർഡറിങ് മാറി. അതാണ് ഞാൻ പറയുന്നത് അൺഓർഡേർഡ് ആണ് സെറ്റ് എന്നുള്ളത്. ഇതിന് ഓർഡറിങ്ങോ ഇൻഡെക്സിങ്ങോ ഇല്ല. അപ്പോൾ ചേഞ്ച് ചെയ്തിട്ടായിരിക്കും ഡാറ്റാസ് നമ്മൾ പ്രിന്റ് ചെയ്യിക്കുമ്പോഴൊക്കെ വരിക. ഓക്കെ, സോ നമ്മൾ ആഡ് എന്നുള്ള കമാൻഡ് വെച്ചിട്ട് നമ്മൾ എലമെന്റ് ആഡ് ചെയ്തു. അതുപോലെ നിങ്ങൾക്ക് അപ്ഡേറ്റ് കമാൻഡ് വെച്ചിട്ടും ചെയ്യാം. ഇപ്പം ഞാൻ S1 എന്ന് പറയുന്ന സെറ്റിലേക്ക് S1 ഡോട്ട്
അപ്ഡേറ്റ് ഒരു എലമെന്റ് അപ്ഡേറ്റ് ചെയ്യണം. s1 ഡോട്ട് അപ്ഡേറ്റ്. സോ ഞാൻ എലമെന്റ് 786 എന്നുള്ളത് അവിടേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പോകും. ആ എറർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടൈപ്പ് ചെയ്തതിൽ എറർ വന്നാണ്. s1 ഡോട്ട് ഐ ഹാവ് ടു ഗിവ് s1 ഡോട്ട് അപ്ഡേറ്റ്. നേരത്തെ യൂസ് ചെയ്ത പോലെ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യണം. സോ ഞാൻ ആദ്യം ഈ ഓർഡിനറി പാരന്തസിസ് എടുക്കണം. ഇനി നമ്മൾ കേളി ബ്രാക്കറ്റ് കൊടുക്കണം. 786. ഇനി എൻ്റർ അടിക്കാം. സോ s1 അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. s1 നമുക്ക് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ 786 എന്നുള്ളത് അവിടേക്ക് അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു സെറ്റിനെ വേറെ ഇതിലേക്ക് കോപ്പി ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ s4 ഈസ് ഈക്വൽ ടു s1 ഡോട്ട് കോപ്പി എന്ന് ടൈപ്പ് ചെയ്യണം. സോ നമ്മുടെ s1 s4ലേക്ക് കോപ്പി ചെയ്യും. സോ നമ്മൾ s4 നോക്കി s4ഉം s1ഉം സെയിം ആയിരിക്കും വരിക. s1 മുകളിലുണ്ട്, അതേ സെറ്റ് തന്നെ s4ൽ കോപ്പി ചെയ്തൊരു പുതിയ സെറ്റ്, ന്യൂ സെറ്റ് ഉണ്ടാക്കി. ഓക്കെ. ഇനി നമുക്ക് മെമ്പർഷിപ്പ് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതായത് ഞാനിവിടെ 786 ഇൻ s4 നോക്കിയാൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് മെസ്സേജ് എനിക്ക് വരും. ഇല്ലാത്തൊരു എലമെന്റ് ആണെങ്കിൽ ഇപ്പോൾ 876 ഇൻ s4 ആണെങ്കിൽ ഫാൾസ് മെസ്സേജ് ആയിരിക്കും വരിക. സോ മെമ്പർഷിപ്പ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് അതർ കമാൻഡ് ആണ് സൂപ്പർ സെറ്റ്, അതുപോലെ സബ്സെറ്റ്. ഓക്കെ. സോ രണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ s1 ഡോട്ട് സൂപ്പർ സെറ്റ് ദെൻ ഞാൻ നേരത്തെ ചെയ്ത പോലെ രണ്ട് ബ്രാക്കറ്റ് യൂസ് ചെയ്യണം. സോ s1 ഡോട്ട് സൂപ്പർ സെറ്റ്. ഇനി ഞാനിവിടെ സൂപ്പർ സെറ്റ് ഒരു 2 3 എന്ന് കൊടുക്കാൻ പോകുന്നു. 2 3. സോ ഒബ്ജക്റ്റ് ഹാസ് നോ ആട്രിബ്യൂട്ട് സൂപ്പർ സെറ്റ് എന്നാണ് എറർ മെസ്സേജ്. ഓക്കെ. സോ ലെറ്റ് മീ ട്രൈ. ഞാൻ എൻ്റെ ഇതിനകത്തൊരു എറർ ഉണ്ട്. is1 ഡോട്ട് ഈസ് സൂപ്പർ സെറ്റ് എന്നായിരിക്കും കമാൻഡ്. ഈ സൂപ്പർ സെറ്റ് രണ്ട് ബ്രാക്കറ്റ് യൂസ് ചെയ്തു. ദെൻ എനിക്കിവിടെ 2 3 കൊടുക്കാം. 2 3. അപ്പം നേരത്തെ ഞാൻ ചെയ്തപ്പോൾ ഹെൽപ്പ് ഫയൽ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. യെസ്, ട്രൂ. സോ നോട്ട് സൂപ്പർ സെറ്റ്. സോ s1 ഡോട്ട് ഈ സൂപ്പർ സെറ്റ് ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇനി സബ്സെറ്റും ചെക്ക് ചെയ്യാം. ഐ എം ചെക്കിങ് s1 ഡോട്ട് ഈസ് സബ്സെറ്റ്. സോ സെറ്റിനകത്ത് വരുന്ന ഈ ഫംഗ്ഷൻസ് മുഴുവൻ നിങ്ങൾ മാത്തമാറ്റിക്സിൽ സ്റ്റഡി ചെയ്തായിരിക്കും. സൂപ്പർ സെറ്റ്, സബ്സെറ്റ്, ഇന്റർസെക്ഷൻ, യൂണിയൻ, ഡിഫറൻസ്, സിമെട്രിക് ഡിഫറൻസ് എക്സെട്ര. ഓക്കെ. നൗ സെയിം കമാൻഡ് ഞാനിവിടെ സബ്സെറ്റിന്റെ കേസിൽ ചെയ്ത് നോക്കുകയാണ്. സോ ഇത് സബ്സെറ്റ് ആകുമ്പോൾ നേരത്തെ ട്രൂ ആയതുകൊണ്ട് സൂപ്പർ സെറ്റ് ഇത് ഫാൾസ് ആയിരിക്കും വരിക. ഓക്കെ. സെറ്റ് ഹാസ് നോ ആട്രിബ്യൂട്ട് ഈസ് സബ്സെറ്റ്. സോ പൈത്തൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എറർ മെസ്സേജ് വരും. എറർ മെസ്സേജ് വരുമ്പോൾ നമ്മൾ ഒന്നുകൂടെ നോക്കണം എന്തായിരുന്നു എറർ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു എസ് ഞാൻ വിട്ടുപോയിട്ടുണ്ട്. ഈ സബ്സെറ്റിൽ ഒരു എസും കൂടി വരും. സോ ഒന്നുകൂടി ചെക്ക് ചെയ്യാം. s1 ഡോട്ട് ഈസ് ദെൻ ഒരു എസ് കൂടി വരണേ. സബ്സെറ്റ് ഈ സബ്സെറ്റ് നൗ 2 3 2,3. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഫാൾസ് മെസ്സേജ് ആണ്. എൻ്റർ. ഫാൾസ് മെസ്സേജ്. ഇനി എന്താണ് സൂപ്പർ സെറ്റ്, എന്താണ് സബ്സെറ്റ്? സോ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്തത് s1 ഈസ് സൂപ്പർ സെറ്റ് ഓഫ് 2 3. സോ s1 സൂപ്പർ 2 3ന്റെ സൂപ്പർ സെറ്റ് ആണോ? ആണ്. 2 3 എന്ന് പറയുന്ന ക്യാരക്ടേഴ്സിന്റെ സൂപ്പർ സെറ്റ് ആണ് s1. പക്ഷേ s1 2 3ന്റെ സബ്സെറ്റ് അല്ല. s1 സൂപ്പർ സെറ്റ് ആണ്. സോ ജസ്റ്റ് നമ്മൾ മാത്തമാറ്റിക്സിൽ സ്റ്റഡി ചെയ്ത സൂപ്പർ സെറ്റ്, സബ്സെറ്റ് ഡെഫിനിഷൻസ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു എലമെന്റിനെ റിമൂവ് ചെയ്യാം സെറ്റിൽ നിന്ന്. ഇപ്പം നിങ്ങൾക്ക് റിമൂവ് കമാൻഡ് യൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് s1 ഡോട്ട് റിമൂവ് എന്ന കമാൻഡ് യൂസ് ചെയ്യാം. s1 ഡോട്ട് റിമൂവ് ഞാൻ അവിടുന്ന് 2 എന്നുള്ള 2നെയാണ് റിമൂവ് ചെയ്യുന്നത്. സോ s1 ഡോട്ട് റിമൂവ് 2. ഇനി s1 നമ്മൾ ടൈപ്പ് ചെയ്താൽ 2 ഉണ്ടാവില്ല. നമുക്കൊരു എലമെന്റ് റിമൂവ് ചെയ്യാൻ വേറൊരു കമാൻഡ് കൂടി ഉണ്ട്. s1 ഡോട്ട് പോപ്പ്. സോ നമുക്ക് ഇപ്പോൾ അവിടെ 1 എന്നുള്ള എലമെന്റിനെ റാൻഡ് ആയിട്ടൊരു എലമെന്റിനെ ആയിരിക്കും പോപ്പ് ചെയ്യുമ്പോൾ അഗെയിൻ റിമൂവിങ് ഓപ്പറേഷൻ തന്നെയാണ്. സോ ഇനി ഞാൻ s1 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 1 എന്നുള്ളത് അവിടുന്ന് പോപ്പ് ചെയ്തു. 1നെ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. റിമൂവ് ചെയ്യാൻ വേറൊരു കമാൻഡും കൂടി യൂസ് ചെയ്യാം. s1 ഡോട്ട് ഡിസ്കാർഡ് കമാൻഡ് യൂസ് ചെയ്യാം. സോ ഡിസ്കാർഡ് ഞാനിപ്പോൾ അവിടുന്ന് ഡിസ്കാർഡ് ചെയ്യുന്ന 9 ആണെങ്കിൽ 9 എന്ന് എനിക്ക്
എന്നുള്ളതിനെ എനിക്ക് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ S1 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് 9 ഉണ്ടാവില്ല. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ S1 ഡോട്ട് റിമൂവ് ആൻഡ് S1 ഡോട്ട് ഡിസ്കാർഡ്? ഞാൻ സപ്പോസ് ഐ എം ഗിവിങ് S1 ഡോട്ട് റിമൂവ്, ഞാനിവിടെ റിമൂവ് ചെയ്യാൻ പോകുന്നത് 23 എന്നുള്ളതിനെയാണ്. സോ 23 അവിടെ ഇല്ലാത്തൊരു എലമെന്റിനെയാണ് ഞാൻ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ എറർ മെസ്സേജ് വന്നു. പക്ഷേ ഇപ്പോൾ സപ്പോസ് ഐ എം ഗിവിങ് S1 ഡോട്ട് റിമൂവ്, സോറി ഡിലീറ്റ്, ഡിസ്കാർഡ് 23. രണ്ട് സെയിം കമാൻഡ് ഡിസ്കാർഡ് വെച്ചിട്ടും റിമൂവ് വെച്ചിട്ടും ചെയ്ത് നോക്കുകയാണ്. സോ ഡിസ്കാർഡ് വെക്കുമ്പോൾ ആക്ച്വലി അവിടെ 23 ഇല്ല, ബട്ട് അവിടെ നമുക്ക് എറർ മെസ്സേജ് ഒന്നും വരില്ല. സോ ഡിസ്കാർഡ് ഹാസ് ദി സെയിം ഫങ്ഷനാലിറ്റി ആസ് റിമൂവ്, ബട്ട് ദ ഡിഫറൻസ് ഈസ് ഇറ്റ് വിൽ സിംപ്ലി ഡു നത്തിങ് ഇഫ് ദി എലമെന്റ് ഈസ് നോട്ട് ഇൻ ദി സെറ്റ്. ആ എലമെന്റ് ലിസ്റ്റിൽ ഇല്ലെങ്കിൽ എറർ മെസ്സേജ് ഒന്നും തരൂല. റിമൂവ് ആണെങ്കിൽ നമുക്ക് എലമെന്റ് അവിടെ അല്ലെങ്കിൽ എറർ മെസ്സേജ് വരും. സോ ദാറ്റ്സ് അബൌട്ട് റിമൂവിങ് or inserting or updating an element to a list. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് സെറ്റിനെ എങ്ങനെ യൂണിയൻ കാണാം, എങ്ങനെ ഇന്റർസെക്ഷൻ കാണാം എന്നുള്ള കാര്യങ്ങളാണ്. സോ നമുക്ക് S1 ഉണ്ട്, S2 ഉണ്ട്. അത് S2 ഒന്ന് പ്രിന്റ് ചെയ്യാം. ഇനി രണ്ടും കൂടെ നമുക്ക് യൂണിയൻ കാണാം. സോ ഞാനൊരു തേർഡ് സെറ്റ് ഞാൻ ഡിഫൈൻ ചെയ്യാണ്. S3 ഈസ് ഈക്വൽ ടു S1 ഡോട്ട് യൂണിയൻ S2. S2നെ S1 കൂടി യൂണിയൻ ആക്കിയിട്ടാണ് പിന്നെ കമ്പൈൻ ചെയ്തിട്ട് S3 ഉണ്ടാക്കുകയാണ്. സോ ഇനി നമ്മൾ S3 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 3 4 5 6 7 8 7 6 എന്ന് വരും. സോ നമ്മൾ രണ്ട് സെറ്റിനെ യൂണിയൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സെറ്റ് വിൽ ബി എ ന്യൂ സെറ്റ് വിത്ത് ബോത്ത് എലമെന്റ്സ് ഇൻ S1 ആൻഡ് S2. S3യിൽ S1ലെ എലമെന്റ്സ് ഉണ്ടാവും, S2ലെ എലമെന്റ്സ് ഉണ്ടാവും. ഇനി ഞാൻ S4 എന്ന് പറയുന്ന സെറ്റ് ഇന്റർസെക്ഷൻ ആണ് എടുക്കുന്നത്. സോ S4 is equal to S1 dot intersection then S2. സോ ഇവിടെ എന്തായിരിക്കും വരിക? ഇന്റർസെക്ഷൻ ആവുമ്പോൾ ന്യൂ സെറ്റ് വിൽ ബി വിത്ത് എലമെന്റ്സ് കോമൺ ടു S1 ആൻഡ് S2 ആയിരിക്കും വരിക. S1ലും S2ലും കോമൺ ആയ എലമെന്റ്സ് ആണ് S4ൽ വരിക. ഓക്കെ, S4 നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. 3ഉം 4ഉം ആണ് രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ളത്. സോ ദാറ്റ് രണ്ട് എലമെന്റ്സും കൂടെ പ്രിന്റ് ചെയ്തു. ഇനി നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം. സോ സപ്പോസ് ഐ ആം ഗിവിങ് S5 ഈസ് ഈക്വൽ ടു S1 ഡോട്ട് ഡിഫറൻസ് ദെൻ സെക്കൻഡ് സെറ്റ് S2. ഇനി S5 പ്രിന്റ് ചെയ്യാം. അപ്പോൾ 7 8 6 എന്ന് വന്നു. ഇനി S6 നെക്സ്റ്റ് സെറ്റ് ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു S1 ഡോട്ട് സിമെട്രിക് ഡിഫറൻസ്, സിമെട്രിക് കഴിഞ്ഞിട്ട് അണ്ടർസ്കോർ ദെൻ ഡിഫറൻസ്, സിമെട്രിക് ഡിഫറൻസ് S2. ഇനി S6 പ്രിന്റ് ചെയ്യിക്കാം. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഡിഫറൻസ് ആൻഡ് സിമെട്രിക് ഡിഫറൻസ്? S1ഉം S2ഉം കൂടെ ഡിഫറൻസ് എടുത്തപ്പോൾ എനിക്ക് 7 8 6 ആണ് വന്നത്. S1ഉം S2ഉം കൂടെ സിമെട്രിക് ഡിഫറൻസ് എടുത്തപ്പോൾ നമുക്ക് വന്നത് 5 6 7 8 6 ആണ്. സോ നമ്മൾ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് വന്ന റിസൾട്ട് S1ലുള്ള എലമെന്റ് ബട്ട് നോട്ട് ഇൻ S2. സോ നമ്മുടെ S1, ഓക്കെ, സോ നമുക്കത് പറയണമെങ്കിൽ S1 ഒന്ന് പ്രിന്റ് ചെയ്യാം. S1 ഞാൻ പ്രിന്റ് ചെയ്തു, S2 കൂടെ പ്രിന്റ് ചെയ്തു. സോ ഡിഫറൻസിന്റെ കേസിൽ നമുക്ക് വന്നത് S5 ആണ് പ്രിന്റ് ചെയ്യും, 7 8 6. സോ S1ൽ ഉള്ള സോ ഡിഫറൻസ് മീൻസ് ന്യൂ സെറ്റ് വിൽ ബി വിത്ത് എലമെന്റ്സ് ഇൻ S1 ബട്ട് നോട്ട് ഇൻ S2. ഓക്കെ, സോ എലമെന്റ്സ് ഇൻ S1 ബട്ട് നോട്ട് ഇൻ S2, അതാണ് നമുക്ക് 7 8 6 വന്നത്. ബട്ട് സിമെട്രിക് ഡിഫറൻസ് ആവുമ്പോൾ ദി ന്യൂ സെറ്റ് വിൽ ബി വിത്ത് എലമെന്റ്സ് ഇൻ ഐദർ S1 ഓർ S2 ബട്ട് നോട്ട് ബോത്ത്. അതായത് രണ്ടിലുള്ളത് ഉണ്ടാവില്ല, ഐദർ S1ലോ S2ലോ ഉള്ളത് മാത്രം വരും. സോ S1ൽ ഇവിടെ രണ്ടിലും ഉള്ളത് ഒഴിവാക്കുക, 3ഉം 4ഉം ഒഴിവാക്കുക. ബാക്കിയുള്ളത് 5 6 7 8 6 ആണ്, അത് മുഴുവൻ വന്നു. ഓക്കെ, ഡിഫറൻസ് ആവുമ്പോഴോ നേരെ തിരിച്ച് പിന്നെ എസിലുള്ളതും പക്ഷെ S1ലുള്ളതും S2ൽ ഇല്ലാത്തതും. സോ S1ലുള്ളത് അതുപോലെ S2ൽ ഇല്ലാത്തത്. സോ ഇവിടെ നമ്മൾ പ്രിന്റ് ചെയ്തത് ഡിഫറൻസ് ചെയ്യാം. ഇവിടെ 7 8 6
ബാക്കി രണ്ടും ഇതിലുള്ളതാണ്. സോ S1 ഉണ്ടാവണം, പക്ഷെ അത് S2 ഉണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ എലമെന്റ്സ് നോക്കിയിട്ട് അതിനെ മാത്രം പ്രിന്റ് ചെയ്യിക്കും ഡിഫറൻസ്. സോ ഇതാണ് നമ്മളുടെ സെറ്റിലുള്ള ഡിഫറെന്റ് ഓപ്പറേഷൻസ്. ഓക്കെ, താങ്ക് യു.